ത്യാഗരാജൻ കുമാരരാജ ആളുപുലിയാണ്. ആരണ്യകാന്ഡം എന്നുള്ള ഒരു നിയോനോർ സിനിമയിലൂടെ ഒരു 8 വർഷം മുമ്പ് സൗത്ത് ഇന്ത്യയിലെ സിനിമാ പ്രേമികളുടെ രോമാഞ്ചമായി മാറിയ ആള് എന്നൊക്കെ പറയാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുമാരരാജ സൂപ്പർ ഡീലക്സ് എന്ന് പറഞ്ഞ സിനിമയുമായി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒന്നായിരിക്കും. കുമാരരാജയാണെങ്കിൽ സൂപ്പർ ഡീലക്സ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അൽമദോവറിന്റെയും ഗ്യാസ്പർണയുടെയും കോസ്റ്ററിക്കയുടെയൊക്കെ സിനിമകളുടെ ഒരു പാറ്റേൺ ഉപയോഗിച്ചാണ് തന്റെ പുതിയ സിനിമ ലോക നിലവാരമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം തന്നെ എന്ന് എനിക്ക് പറയാം. ശ്രമം എത്ര കണ്ട് വിജയിച്ചു എന്നുള്ളതൊക്കെ കാണികളാണ് തീരുമാനിക്കേണ്ടത്. പുള്ളി ഗംഭീരനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് മുന്നിലേക്ക് ഇരിക്കുകയാണ്. അതപ്പോൾ ഒരുപാട് ലെയറുകളുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കറിയാം മലയാളത്തിലെ ഫഹദ് ഫാസില്, തമിഴിലെ വിജയ് സേതുപതി, തെന്നിന്ത്യയിലെ മൊത്തം നായികയായിട്ടുള്ള സാമന്ത അക്കിനേനി, അങ്ങനെ ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സൂപ്പർ ഡീലക്സ് ഒരുക്കിയിരിക്കുന്നത്. അതൊരു സാധാരണ സിനിമയായിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെയാണ് ഒരുപാട് ലെയറുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് സംഭവഗതികളിലൂടെ മുന്നോട്ട് പോകുന്ന 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു സ്പെഷ്യൽ നിർമ്മിതിയാണ് സൂപ്പർ ഡീലക്സ്. ഇന്ത്യൻ സദാചാരങ്ങളുടെ ഒരു പൊളിച്ചെഴുത്തൊക്കെയാണ് സൂപ്പർ ഡീലക്സിലൂടെ കുമാരരാജ കൈകാര്യം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്ന പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പടം കണ്ടു കഴിയുമ്പോൾ. രസമാണ്. ഫഹദ് ഫാസില് 2 മണിക്കൂർ ഫ്ലാറ്റ് പുറത്തേക്ക് പോകുമ്പോഴേക്കും ഭാര്യയായ സാമന്ത തന്റെ ജാരനെ വിളിച്ചു വരുത്തുകയും അവർ തമ്മിൽ അവിഹിതമോ വിഹിതമോ ആയുള്ള സെക്സ് സംഭവിക്കുകയും അതിനോടനുബന്ധിച്ച് ജാരൻ കൊല്ലപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ഫഹദ് വീട്ടിലേക്ക് വരികയും സംഗതി മനസ്സിൽ ഫ്രിഡ്ജിൽ മടക്കി വെച്ചിരിക്കുന്ന ജാരനെ കാണുകയും ജാരന്റെ ഡെഡ് ബോഡി കാണുകയും അത് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ആ ശവത്തിന് ഡെഡ് ബോഡിയെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ള വെപ്രാളവുമായി രണ്ടുപേരും നടക്കുന്നത് ഒരു സ്റ്റോറിയിലായി. നെറ്റി ചുളിക്കുന്നൊരു സംഗതിയാണ്. ഭർത്താവ് ജാരന്റെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഭാര്യയുമായിട്ട് ഒരു ജീപ്പിൽ സഞ്ചരിക്കുന്നത്. ഡെഡ് ബോഡി ആണെങ്കിൽ ജീപ്പിലെ ബാക്കിലെ സീറ്റിൽ ഒരു സജീവ സാന്നിധ്യമായിട്ട്, സജീവം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലല്ല, നിർത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കഥയാണെങ്കിൽ വിജയ് സേതുപതിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. 7 വർഷത്തിന് ശേഷം ഭർത്താവ് തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഒരു യുവ ഭാര്യ ഗായത്രി കാത്തു നിൽക്കുന്നു. രാജുകുട്ടി എന്ന് പറഞ്ഞ കുഞ്ഞ് വരുന്നവരെല്ലാം അച്ഛനാവെന്ന് കരുതി ആകാംക്ഷയോടെ വാതിൽ തുറക്കുന്നു. പക്ഷെ വന്നു കയറുമ്പോൾ ഇയാൾ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. മാണിക്യം എന്ന പേരിൽ അപ്രത്യക്ഷനായിട്ടുള്ള സേതുപതി ശില്പയായിട്ടാണ് വന്നു കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായും വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇത് ഭയങ്കര ഒരു ഞെട്ടൽ ഒക്കെ വേണമെങ്കിൽ സമ്മാനിക്കാം. പ്രത്യേകിച്ചും VC അഭിലാഷിന്റെ ആളൊരുക്കം എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് ഒന്ന് രസമായിട്ട് ഞെട്ടാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ പിന്നീട് സേതുപതി തന്റെ 7 വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് ഒരു നടക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിത പ്രശ്നങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ലെയർ. പിന്നെയുള്ളത് 4 കൗമാരപ്രായക്കാരൻ നമ്മളെല്ലാവരെയും പോലെ ഒരു പോൺ ഫിലിം കാണാൻ വേണ്ടി ഒരു വീട്ടിൽ ഒത്തുകൂടുന്നതും കണ്ട് ത്രില്ലടിച്ചു വരുമ്പോൾ അതിലെ ആക്ട്രസ് അതിൽ ഒരുവന്റെ അമ്മയായ രമ്യാകൃഷ്ണനാണെന്ന് മനസ്സിലാക്കുന്നതും അവിടെ അവന്റെ ഒരു മാനസിക വ്യാപാരങ്ങളിൽ വരുന്ന പൊട്ടിത്തെറികളും അവൻ അമ്മയെ കൊല്ലാനും ആത്മഹത്യ ചെയ്യാനൊക്കെ ആയിട്ട് കൂടി നടക്കുന്നൊക്കെയുള്ളൊരു സംഭവം. മറ്റൊന്ന് ഈ പറഞ്ഞ രമ്യാകൃഷ്ണന്റെ ഭർത്താവായിട്ടുള്ള അർബുദം എന്ന് പറഞ്ഞ ആള് ഗാങ്സ്റ്റർ ആയിരുന്നു. പിന്നീട് സുനാമിയോടനുബന്ധിച്ച് ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിച്ച് ഭക്തിമുത്ത് ഭ്രാന്തായി നടക്കുന്ന ഒരു മനുഷ്യൻ. മറ്റൊന്നത് ഭഗവതി പെരുമാൾ അവതരിപ്പിക്കുന്ന SI ബെർലിൻ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇങ്ങനെ ഒരുപാട് ആളുകളെയും സംഭവങ്ങളെയും അവരുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിലെ ഭാഗങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് അവസാനം ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുന്ന രീതിയിൽ, സിങ്കാവുന്ന രീതിയിൽ, നോൺ ലീനിയർ ആയിട്ടുള്ള നറേഷൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിൽ, അത്ര വിദഗ്ധമായി എന്നൊന്നും പറയാൻ പറ്റില്ല,
ആണ് അതിന്റെ ഒരു ക്ലൈമാക്സ് ഒന്നും പരമ്പരാഗത രീതിയിലായിരിക്കില്ല. അറിയാലോ, പരീക്ഷണം അല്ലെങ്കിൽ ലോക നിലവാരമൊക്കെയാണ് കുമാരരാജ ഉദ്ദേശിക്കുന്നത്. പിന്നെ പടത്തിന്റെ ഫ്രെയിമുകൾ എല്ലാം വളരെ മനോഹരമാണ്. ഒരു യെല്ലോ ഷെയ്ഡുള്ള ഫ്രെയിഡ്. എനിക്ക് ഓർമ്മ വന്നത് ഈ കൊച്ചി ബിനാലയില് പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ഇൻസ്റ്റലേഷനുകളാണ്. ഓരോ ഫ്രെയിമുകളിലും കലാസംവിധായകനെ കൊണ്ട് ഒരു ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷനുകൾ ഒരുക്കാനും അതിന്റെ ലൈറ്റിംഗ് പാറ്റേണുകളെല്ലാം വളരെ മനോഹരമാക്കാനും കുമാരരാജ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സിനിമാ പ്രേമിക്ക് ഒഴിവാക്കാനാവാത്തത്, അല്ലെങ്കിൽ പരീക്ഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സിനിമയായിട്ട്